ഹായ് ഹലോ. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ ഓഫീസിലോട്ട് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന, അതായത് ഓഫ് ഗ്രിഡ് സിസ്റ്റം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സുകളാണ്. ഇത് ബാറ്ററിയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം എന്താ പറയുക, അതേപോലെ തന്നെ ഇൻവെർട്ടർ ഏതാണ് നല്ലത്, ബ്രാൻഡഡിലോട്ട് പോകണോ? പലരും പറയുന്നു ബ്രാൻഡഡ് ആണ് നല്ലത്, ചിലർ പറയുന്നു ബ്രാൻഡഡിനേക്കാളും നല്ല അസംബിൾഡ് ആണ് നല്ലത്, ഏതാണ് നല്ലത് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പം രണ്ട് കാര്യങ്ങൾ എടുത്താലും അത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് നല്ലതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കുറേ ബാറ്ററികളെ പറ്റിയും അതേപോലെ തന്നെ ഇൻവെർട്ടറിനെ പറ്റിയും അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഒന്ന് രണ്ട് സർവീസിന് വന്നിട്ടുള്ള ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു വി ഗാർഡിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അതിന് വരാവുന്ന, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടെത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറിലോട്ട് പോകേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ അസംബിൾഡ് ആയിട്ടുള്ള ഇൻവെർട്ടറിലോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സംഭവം അസംബിൾഡ് ആയിട്ടുള്ള ഒരു സംഭവം തമ്മിൽ, അല്ലെങ്കിൽ ഇൻവെർട്ടറും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് അതിൻ്റെ സൈൻ വേവ് ഉണ്ടാക്കുന്ന ഒരു സൈൻ വേവിലോ കാര്യങ്ങളിലോ അല്ല, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചാർജിങ് മെത്തേഡിലാണ്. ഓക്കെ, നമ്മൾ അറിയാം, നമ്മൾ അസംബിൾഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു റെസൊല്യൂഷനും ബിറ്റ് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള, ആക്യുറസിയും കാര്യങ്ങളും ഉള്ള ഒരു പിക് മൈക്രോ കൺട്രോളറോ കാര്യങ്ങളോ ആയിരിക്കാം അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, അതല്ലാതെ ഇപ്പം വേറുള്ളതിൽ DSP ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട്, വളരെ റെയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ കമ്പനി ഇൻവെർട്ടറുകളിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പല രീതിയിലുള്ള ചാർജിങ് ഫിലോസഫി ആഡ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DSP, അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാർഡ് കോഡായിട്ട് മൊത്തം കൺട്രോളിങ്ങും ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു രണ്ട് ചിപ്പ് ഉണ്ടാവും. ഒന്ന് സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിപ്പ് ഉണ്ടാവും, SG സീരീസ് ഒക്കെ പോലെയുള്ള ഒരു സീരീസ് വെച്ചിട്ടുള്ള ഒരു ചിപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് ശേഷം ഒരു DSP പ്രോസസ്സർ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മോസ്ഫെറ്റുകളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റ് ഡ്രൈവർ IC ഉണ്ടാവും. അപ്പം ഇതിനൊക്കെ പോലെ അസംബിൾഡിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും കമ്പറേറ്റർ ICസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും മോസ്ഫെറ്റുകളെ ഡ്രൈവ് ചെയ്യുന്നത്. അതല്ലാതെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ മോസ്ഫെറ്റ് ഡ്രൈവർ ICs വെച്ചിട്ടുള്ള അസംബിൾഡ് ബോർഡുകളൊക്കെ ഉണ്ട്. ഞാൻ ഇത് പറയുന്നില്ല, പക്ഷേ അതൊക്കെ വിട്ടുകളാം. നമുക്കൊരു മെയിൻ ഡിഫറൻസ് പറയാം എപ്പോഴാണെന്നത്. നമ്മളിപ്പം ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം പ്ലാൻ ചെയ്യുമ്പോൾ ചിലർ സോളാർ വെച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യാറുണ്ട്, ചിലർ സോളാർ അല്ലാതെ ഗ്രിഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അത് കറണ്ട് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളപ്പോഴത്തേനും ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രിഫേർഡ് ചെയ്യേണ്ടത് ശരിക്കും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴും പല അസംബിൾഡ് ഇൻവെർട്ടറുകളിലും യൂസ് ചെയ്യുന്ന ചാർജിങ് മെത്തഡോളജി അല്ലെങ്കിൽ ചാർജിങ് ടോപ്പോളജി എന്ന് പറയുന്ന പഴയ മെത്തേഡ്, ഒരു 3 സ്റ്റേജ് ചാർജിങ് ഒക്കെ വരുന്നുള്ളൂ. ഫ്ലോട്ട്, ബൾക്ക് അല്ലെങ്കിൽ ട്രിക്കിൾ, ഈ ഒരു രീതിയിലാണ് ഒട്ടുമിക്ക അസംബിൾഡ് ബോർഡുകളിലും ഈ ചാർജിങ് ഫിലോസഫി പോവുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ വെക്കും, ഈ 3 സ്റ്റേജുകളെ കൺട്രോൾ ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ ബാറ്ററികളുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ബാറ്ററികളുടെ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ബാറ്ററികളുടെ സ്റ്റാറ്റസ് എടുത്ത് സംഭവങ്ങൾ ചെയ്യുന്ന ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെർട്ടർ സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ DSP പ്രോസസ്സർ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കറണ്ട് വോൾട്ടേജൊക്കെ മാറ്റി കൊടുത്ത്, ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ അറിയാം, ഫാസ്റ്റ് ചാർജിങ് മൊബൈലിൻ്റെ ചാർജറിൽ പുതിയതായിട്ട് വരുന്ന മൊബൈൽ ചാർജേഴ്സ് നോക്കിയാൽ അറിയാം, ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, കോൺസ്റ്റൻറ്റ് കറണ്ട് അല്ല കൊടുക്കുന്നത്, പല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ഫീഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പഞ്ചിൽ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ എങ്ങനെ തോന്നും, നമുക്കൊരു ബോറിങ് തോന്നും. ആക്ച്വലി ഒരു മാത്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന്. പക്ഷേ ചില ടീച്ചർമാർ കണ്ടുള്ളൂ വളരെ ടാക്ടിക്സ് ആയിട്ട് എന്താ പറയുക, പല രീതിയിൽ പറയുമ്പോൾ നമുക്കത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരും. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പല രീതിയിൽ പല മോഡുലേഷൻ ചെയ്ത് കറണ്ട് മാറ്റേണ്ടത്, വോൾട്ടേജ് മാറ്റി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ 3 സ്റ്റേജ്, 4 സ്റ്റേജ്, 6 സ്റ്റേജ്, 9 സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജസ് ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേനും കറണ്ടും ആംപിയറും ബൂസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വീഡിയോയും നമ്മൾ പറയുന്നില്ല. അങ്ങനെയല്ല, ബൂസ്റ്റ് ചെയ്യുന്നല്ല പറയുന്നത്, വ്യത്യാസപ്പെടുത്തുക. അതായത് കറണ്ട് മാറുമ്പോൾ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുക, വോൾട്ടേജ് മാറുമ്പോൾ കറണ്ട് വ്യത്യാസപ്പെടുത്തുക. ഇറ്റ്സ് കൺവേർഷനാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വഴി നമുക്ക് ബാറ്ററിയുടെ ലൈഫിനെ വളരെ സ്റ്റേബിൾ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ഒരു KCBയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം വെക്കുന്നുണ്ട്, യാതൊരു കുഴവുമില്ല. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ബ്രാൻഡഡ് വെക്കുമ്പം SMD ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അതിനൊരു സർവൈവൽ പ്രോബ്ലം ഉണ്ട്. സർവൈവൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നല്ല ഇടിയും മഴയൊക്കെ വെട്ടി കഴിയുമ്പോൾ ഓണാക്കാൻ നിന്നാൽ ഈ സാധനം അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങ് പോയി കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളൊരു വലിയൊരു തകരാറാണ് ഈ ഒരു കാര്യത്തിനുണ്ടാകുന്നത്. ഇത്രത്തോളം ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഈ സാധനങ്ങൾ കേടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം, SMD ബോർഡാണ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് വരാവുന്ന കോമൺ മിസ്റ്റേക്സുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇടിവെട്ടിയാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചാർജിങ് KCB മാത്രം ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഇതാണ്. കാരണം അതിൻ്റെ ചാർജിങ് ഫിലോസഫി ഇതിൽ ബ്രാൻഡഡിൽ മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇനി നിങ്ങൾ സോളാർ ആണെങ്കിൽ ഇൻവേർട്ടറിന് ആകെയുള്ള ധർമ്മം എന്താണ്? DC-യെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു ധർമ്മം നിങ്ങൾ ബ്രാൻഡഡ് വെച്ചാലും മറ്റേത് വെച്ചാലും, അതായത് അസംബിൾഡ് വെച്ചാലും നടക്കും. അസംബിൾഡ് വെച്ചാൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ മിക്ക അസംബിൾഡ് ഇൻവേർട്ടറിലും ബൈപ്പാസിങ് ഓപ്ഷൻ ഉണ്ട്. ഗ്രിഡിനെ മറ്റേതിനും ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുതരും. സോ അതുകൊണ്ട് സേഫായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ചാർജിങ് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ MPPT ചാർജ് കൺട്രോൾ വയ്ക്കുന്നതുകൊണ്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ ചാർജിങ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അസംബിൾഡ് വെക്കുന്നത് വളരെ നല്ലതാണ്. സർവീസിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ലതാണ്. വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നില്ല. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേനും ഇത് ഐഡിയൽ സ്റ്റേജിൽ നമുക്ക്, അതായത് ഐഡിയൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാര്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ സ്റ്റേജിൽ നമ്മൾ ഈ അസംബിൾഡ് ഇൻവെർട്ടറിലെ ലോസസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു സംഭവം എല്ലാവരും പറയുന്നുണ്ട്. ആക്ച്വലി ശരിക്കും ഇച്ചിരി ഉണ്ടാവാം, കുറച്ചുണ്ടാവാം. പക്ഷേ അത് ബ്രാൻഡഡിലും ഏകദേശം അത്രയൊക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അത് ഈ അലുമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ടാണെന്നൊക്കെ പലരും പറയുന്നത് ഒക്കെ കേൾക്കാം. പക്ഷേ അതൊക്കെ ഒരു നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൊന്നും അത്ര വലിയൊരു ബോധേഡ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോളാർ ഇൻസ്റ്റലേഷൻ വെക്കുകയാണെങ്കിൽ നല്ല സർവീസ് കിട്ടും. നല്ലൊരു അസംബിൾഡ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇൻവെർട്ടർ ബോർഡിൻ്റെ പ്രശ്നം വന്ന ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരാവുന്ന മാക്സിമം പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്നും ജസ്റ്റ് നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ V-ഗാർഡിൻ്റെ ഒരു ഇൻവെർട്ടറാണിത്. ഓക്കെ, V-ഗാർഡിൻ്റെ ഒരു ഇൻവെർട്ടറാണിതുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻസ് സെൻസിങ് അല്ല, അതായത് ഒരു എഫക്റ്റും ഇല്ല, അതായത് ഇൻവെർട്ടർ ഓണേ ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇത് വന്നത്. അപ്പോൾ ചാർജിങ് നടക്കുന്നില്ല, മെയിൻസ് ഓൺ ആവുന്നില്ല, അതേപോലെ തന്നെ ഇൻവെർട്ടറും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ കൊടുക്കുന്ന KCBയിലായിരിക്കുമ്പോൾ വർക്കിംഗ് സപ്ലൈ കൊടുക്കുന്ന ചെറിയ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് വോൾട്ടേജ് ഇല്ല. സോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അറിയുന്നതിന് വേണ്ടിയിട്ട് പാരലായിട്ട് വേറെ ഒരു സപ്ലൈ കൊടുത്തു വെച്ച് നോക്കിയപ്പം സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഡെഡാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. ട്രാൻസ്ഫോമർ ഡെഡായിപ്പോയി. ഓക്കെ, ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇടിവെട്ടിപ്പോയ ഒരു ഇതാണെന്നാണ് എൻ്റെ ഫസ്റ്റ് അസംഷൻ എനിക്ക് തോന്നുന്നത്. കാരണം ട്രാൻസ്ഫോമറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അങ്ങനെയുള്ളൊരു ഇതിലായിരിക്കണം വന്നിട്ടുണ്ടാവുക. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമുക്കിവിടെ ഇതിൻ്റെ ഇവിടെ ഒരു മൊഡ്യൂളാണ് ഉണ്ടായിരുന്നത്. മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന മൊഡ്യൂളാണിത്, മോസ്ഫെറ്റ് ഡ്രൈവർ മൊഡ്യൂളാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ IC-യുടെ ഒരു നമ്പർ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഒരു വല്ലാണ്ടാണ്, എനിക്ക് നമ്പർ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ മൊഡ്യൂൾ പോയി, കാരണം ഈ മൊഡ്യൂൾ പോയി മീൻസ് അത് നമ്മൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും അതായത് ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഫസ്റ്റത്തെ ഈ ഒരു സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഇൻവെർട്ടർ മെയിൻസായി ചാർജിങ്ങിലോട്ടൊക്കെ പോകുന്നത് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓക്കെ ആയി. രണ്ടാമത്തെ സെക്ഷനിൽ ഇതിൻ്റെ അകത്താണ് മോസ്ഫെറ്റുകൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുമ്പം ഇത് എപ്പോഴും നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ബാറ്ററി ലോ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്, ബാറ്ററി ലോ കാണിക്കും. സോ ബേസിക്കലി അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്ന IC-യുടെ ഒരു പിന്നിൽ, അതായത് ബാറ്ററി സെൻസിങ്
വോൾട്ടേജ് സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെൻസിങ് പിന്നിൻ്റെ അവിടെ കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് 3.8 ആ ഒരു വോൾട്ടേജ് ലെവൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിന് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോഴാണ് ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇതൊന്നും ചെക്ക് ചെയ്തപ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഇവരെ എപ്പോഴും ബാറ്ററി ലോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ മൊഡ്യൂളിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ നമുക്കിനി മാറ്റണം. ട്രാൻസ്ഫോമറിന് പകരം ബൈപ്പാസ് ചെയ്ത് വേറൊരു ട്രാൻസ്ഫോമർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെർട്ടർ മിക്കവാറും ഇതാവും. സോ അസംബിൾഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മൊഡ്യൂളോ കാര്യങ്ങളോ ഒന്നും അല്ലായിരിക്കും അവർ വരുന്നത്. നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു ഐസിയും അതേപോലെ റെസിസ്റ്ററും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മാറ്റി ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. ഇതിപ്പോൾ കുറേ കഷ്ടമാണ്. ഇതിപ്പോൾ ഇളക്കിയെടുക്കാൻ തന്നെ കഷ്ടപ്പെടും. കാരണം ഇത് ഡിസോൾഡർ ചെയ്തിട്ടൊന്നും വന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇളക്കിയെടുത്തിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് സ്യൂട്ടബിളായിട്ട് ഇത് ഇനി കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഇനിയിപ്പോൾ ഐസിയും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് ഈ ഒരു സാധനത്തിന് ഈ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇൻവെർട്ടർ വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലോട്ട് കുറച്ചധികം പണി നമുക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള സംഭവം കിട്ടിക്കഴിയുമ്പോൾ. പക്ഷേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ലൂമിനസിൻ്റെ ഒരു ബോർഡാണ്. ഇതിൻ്റെ മോസ്ഫെറ്റുകൾ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, ഇടിവെട്ടി അടിച്ചു പോയതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു DSP, ഇതാണ് ഞാൻ പറഞ്ഞ DSP. ഓക്കെ, അപ്പോൾ DSP മൊഡ്യൂള് ഇതാണ്. അപ്പോൾ DSP മൊഡ്യൂൾ വെച്ചിട്ടാണ് ഈ സാധനം ഫുൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മോസ്ഫെറ്റ് ഡ്രൈവർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഇതും ഈ പറഞ്ഞ സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ കുറച്ച് കഷ്ടമാണ്. ഇവരിത് മാറ്റി വെച്ചിട്ടേ പോവുള്ളൂ. അതായത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനിക്കാരെന്താ ചെയ്യുന്നതെന്ന് സർവീസ് ഇല്ല, അത് മാറ്റി വെച്ചിട്ട് പോകും. അസംബിൾഡ് ആണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കും.